നിങ്ങളെ തന്നെ വരാൻ. ഞങ്ങൾ എല്ലാം പിന്നെ പറയാം. ആദ്യം പിള്ളേർക്ക് എന്തെങ്കിലും വെച്ചുകൊട്. ദാരിയും സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്ര മിഴിച്ചു നോക്കാൻ? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വെച്ചു കൊടുക്കൂ. വരൂ. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സർക്കാരിൽ നിന്ന് അയച്ചതാണാവോ? സർക്കാരിന് ഇതിനൊക്കെ എവിടാ നേരം? തമ്മിത്തല്ല് തീർക്കാൻ തന്നെ നേരമുണ്ടോ? ഇതെന്റെ വകയാ, എന്നാലാകുന്നൊരു സഹായം. സാറിന് ദൈവം പറഞ്ഞയച്ചതാ. പണിയില്ലാതെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക. പണിയുടെ കാര്യമൊന്നും പറയണ്ട. പഠിപ്പുള്ളവരെ തെണ്ടിത്തിരിയ. സാറ് വിചാരിച്ച ഞങ്ങൾക്ക് എന്തേലും. ഞാൻ വിചാരിച്ച ഇപ്പൊ എന്ത് ജോലിയാ തരാൻ പറ്റുക? എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാ സാർ. പട്ടിണി കിടന്നു മടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം. ആദ്യം ഇതൊക്കെ ഇറക്കി വെക്കേ. വാ. ഏയ്, നീ ആരാടാ ചോദിക്കാൻ? അപ്പനപ്പൂവന്മാര് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യമായത് ചുമ്മാതല്ലടാ. ആർക്കും എന്തും ചെയ്യാനാ. കുടിക്കാനീ നീർക്കോലി മാധവനെ കണ്ട് പഠിക്കടാ. എത്ര കുടിച്ചാലും ഒരു തുള്ളി തെറി എന്റെ നാവിൽ നിന്നും വരില്ലടാ നായിന്റെ മക്കളെ. ഞാൻ സ്വന്തം കൈ കൊണ്ട് വാറ്റിയാടാ കുടിക്കുന്നത്, അല്ലാതെ ചാരായ ഷാപ്പിൽ കയറി നെരുങ്ങിയിട്ടല്ല. ഞാൻ ഇനിയും കുടിക്കും, വാറ്റുകയും ചെയ്യും. എന്റെ കുലത്തുകയാണോ വാറ്റ്? എന്തായത്? പബ്ലിസിറ്റി ആയിരുന്നു മുതലാളി. ഈ പരാക്രമം കാണുമ്പോ ആളുകൾ ചോദിക്കും ഈ ഉഗ്രൻ സാധനം എവിടെ നിന്ന് അടിച്ചോ. എന്റെ സ്വന്തം മാറ്റാണെന്ന് അറിയുമ്പോ ഡിമാൻഡ് കൂടും. വീര്യൻ നാട്ടുകാരെ കാണിച്ചതാണേ. എങ്ങോട്ടാണാവോ? സ്വർഗത്തിലേക്ക്. നേരോ? എങ്കിൽ എന്റെ ഭാര്യയും കൂടി വിളിക്കാം മുതലാളി. അവൾ ഇതുവരെ സ്വർഗം കണ്ടിട്ടില്ല. അല്ല, മുതലാളി വിചാരിച്ച മനുഷ്യനെ ഓടലോടെ സ്വർഗത്തിലേക്ക് അയക്കാനാ പ്രയാസം. ചാരായ മാറ്റിയ പിന്നെ പാരാണ് വരുന്നത്. നിന്ന് ചലക്കാതെ കണ്ണൂർന്ന് പഠിക്കാൻ നോക്ക്. ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ നമ്പീശം മുതലാളി സംഘടിപ്പിച്ച ഈ പട്ടമഹോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. സർവരാജ്യ ചാരായവും നമ്പീശം മുതലാളിക്ക്. ഏയ്, മാധവം മാറ്റിയ ചാരായം കുടിച്ചാൽ ഈ 18 ലോകം ഒരുമിച്ച് കാണാം. നാം കുടിക്കുന്നതോ ഒരു കുപ്പി ചാരായം, കാണുന്നതോ 18 ലോകം. ഉഗ്രൻ സാധനം തന്നെയാ. മണത്തപ്പഴിക്കാൻ ചൂടായി. വല്ലാത്തൊരു മാഷോ? അപമാനിക്കുന്നു. അങ്ങനെ 4 അക്ഷരം പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള വിവരക്കേട് ഞാൻ കാണിച്ചിട്ടില്ല. പെറ്റിട്ടത് ഈ വെള്ളത്തിലേക്കാ. അതുകൊണ്ടല്ലേ നാട്ടുകാരെന്നെ സ്നേഹിച്ചു വിളിക്കുന്നത് നീർക്കോലിന്ന്. പഠിപ്പിക്കുന്നവരെയൊക്കെ മാഷെന്നല്ലേ വിളിക്കുന്നത്? ഞങ്ങളെ വാറ്റാൻ പഠിപ്പിച്ചത് ആരാ? അങ്ങനെയാണോ? എങ്കിൽ വിളിക്കുമ്പോ പിശുക്ക് വേണ്ട, ഹെഡ് മാഷ് തന്നെ വിളിച്ചോളൂ. എന്ത് മാഷ്? ഹെഡ് മാഷ്. ആ, ബുദ്ധിയുള്ള മാഷ് പട്ടമാഷ്, ബുദ്ധി ഇല്ലാത്ത മാഷ് മിടുക്കന്മാര്. ഞങ്ങളിത് മുതലാളിക്ക് കൊണ്ടുപോവാ. അയാളാരെ? ദൈവോ? ഞങ്ങൾക്ക് മുതലാളി ദൈവം തന്നെയാ. പട്ടിണി കിടന്നപ്പോ മുതലാളി ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാൻ. നിന്റെ ഒരു ഉടുക്കത്തെ വാച്ച് ഞങ്ങളുടെ ചോറാണ്.
കൊള്ളാമല്ലോടെ. നിന്റെ കെട്ടിയോൻ എനിക്ക് തന്നതിന് ഞാൻ നിനക്ക് എന്തെങ്കിലും പകരം തരാതിരുന്നാൽ മോശമല്ലേ? അമ്മ പോലീസുകാർ കൊല്ലുന്നു. എന്റെ ഈശ്വരാ, മോളെ പോലീസുകാരെ ഞാൻ കണ്ണുടച്ച് വിശ്വസിച്ചു. നന്ദിയില്ലാത്ത വകകൾ. ഞങ്ങൾക്കൊരു പിടിയില്ല മുതലാളി. നിങ്ങൾ സമാധാനമായിരുന്നേട്ട. ആരും ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല. മുതലാളി, ഞാനല്ലേ പറയുന്നത്. ധൈര്യമായി നിങ്ങൾ പണി നോക്കൂ. മോളെ, ശവസംസ്കാരം കഴിഞ്ഞ ഇവരെ ഞാൻ കൊണ്ടുപോകും നാട്ടിലേക്ക്. ഇനി ഇവരെന്റെ മക്കളാ. മക്കൾ എന്റെ കൂടെ വരില്ലേ? ഇനി ഞാനാ നിങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാം. എന്താ, ഇവരെ എന്റെ കൂടെ അയക്കില്ലേ? മക്കളെ